ഹേ മാലിനി, നീ അവളോ അഴക്. ഡേടേ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും കാണിക്കരുത്. അതൊക്കെ ആമ്പിള്ളേർ ചെയ്തു വെച്ചേക്കുന്ന സാധനമാണ്. നീ ഇപ്പൊ വൃത്തിക്കൊരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് മാത്രം പറയുക. ഓക്കെ, തലയിട്ട് ഞാൻ അടിച്ചു തരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് തീമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ഇഷ്ടം, പ്രണയം, ഇതൊക്കെ ഓരോ മനുഷ്യർക്ക് ഓരോ രീതിയിലാണ് വരുന്നത്. ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഒരാളടുത്ത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും. എല്ലാവരും ഫിലിമി രീതിയിലായിരിക്കില്ല ഒരാളടുത്ത് പ്രപ്പോസ് ചെയ്യുന്നതും. ഇത് ഓരോ മനുഷ്യർ ഡിഫറെൻ്റാണ്, അവരുടെ ബിഹേവിയർ ഡിഫറെൻ്റാണ്. അപ്പം ഇതിൽ 3 പേരുണ്ട്, 3 ആളുകളുണ്ട്. അവരുടെ ഐഡിയോളജി ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. അവർക്കൊരു ഇഷ്ടമുണ്ടുള്ളിൽ, അവരതെങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. പിന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുന്നതാണ്, ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മോണോലോഗ് സ്റ്റോറീസ്. അപ്പോൾ ഇതിനകത്ത് ഒരു കട്ട്സായിട്ട് പോകുന്ന ഒരു കോമിക് റീൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പിന്നെ ഇതിൻ്റെ ടൈം കൺസ്ട്രെയിൻ, ഇതൊരു യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ ടൈമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓരോ കഥാപാത്രത്തിന് പറയാനുള്ളതുണ്ട്. പിന്നെ ഇത് ഒരിക്കലും ഷോർട്സ് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി കാണിക്കുന്നത് ഒന്നുമല്ല. ഇത് 3 ആളുകളുണ്ട്, അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നു. അതാണ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, 2 ദിവസമായല്ലോ കണ്ടിട്ട്. എന്തു പറ്റി? എന്തോ ഹോസ്പിറ്റൽ കേസാണെന്ന് ഞാൻ അറിഞ്ഞു. 2 ദിവസമാണോ? ഇല്ലടാ, അത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയും, നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ട് ലോബിലുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റി, പ്ലാനിങ്, റീസണിങ്, നമുക്ക് ട്രിഗർ ചെയ്യുന്നത് ഈ ഫ്രണ്ട് ലോബിലുള്ള പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. അത് വീക്കായതിൻ്റെ ഒരു പ്രശ്നമാണ് പുള്ളിക്കാരനും. ഇല്ല, ഞാൻ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് എൻ്റെ ഒരു തെറാപ്പി സെക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് നമുക്കങ്ങനെ വലിയ പ്രശ്നമില്ല. അജിത്തെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, സന്ധ്യ, തിരുമലയിലാ വീട്. അവൾക്കും ഇതേ ഇഷ്യൂ ആയിരുന്നു. അവളെ ഇതിനൊക്കെ സഹായിച്ചിരുന്ന അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഈ ബന്ധത്തിനെ വല്ലാതെ അങ്ങ് മിസ്യൂസ് ചെയ്തു. സന്ധ്യ, നീ ലാസ്റ്റ് നിമിഷം ഈ പരിപാടി കാണിക്കരുത്. പറ്റില്ല ചേട്ടാ, ചേട്ടൻ വേറെ റൂട്ടിലായി പോകുന്നത്. അപ്പൊ ഞാൻ ആരായി? അല്ല, നിന്റെ അടുത്താണ് ചോദിക്കുന്നത്, ഞാൻ ആരായി? ചേട്ടാ പതുക്കെ. അവളെ സ്കൂൾ ടൈം തൊട്ട് എൻ്റെ ഈ കോളേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആരുടെ ചെയ്തത്? ഞാൻ. നീ എന്തെങ്കിലും ഒരു കാര്യം നീ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും നിനക്ക് പ്ലാൻ ചെയ്യാറില്ല. നീ എങ്ങനെ സർവൈവ് ചെയ്യും ഒറ്റയ്ക്ക്? എടി, നിന്റെ അച്ഛനമ്മയെ ഞാൻ എങ്ങനെ കൊണ്ടുകിടന്നത്? അങ്ങനെ നിന്റെ അച്ഛൻ ആ ലൊടുക്ക് വണ്ടി എടുത്തോണ്ട് റോട്ടിലോട്ട് ഇറങ്ങിയാൽ മതി, ആക്സിഡന്റ് ആണ്. ആരുണ്ടായിരുന്നു നോക്കാൻ? ഞാൻ. നിനക്ക് അയ്യോ ഹോസ്പിറ്റലിന്റെ പരിസരമൊന്നും പറ്റൂല അവൾക്ക്. നിന്റെ അമ്മ അയ്യോ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു തല ഇറങ്ങി വീഴും. വേർത്തനുണ്ട് ഒരു കിഴങ്ങ്, നിന്റെ അന്യെ. അവനാണെങ്കിൽ അവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്ന ഫോട്ടോ എടുത്തിട്ട് നേരെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ, വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ട് പറയും ഗെറ്റ് വെൽ സൂൺ അച്ഛാ. കഴിഞ്ഞു, അതോടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഈ ഞാനാടി അങ്ങനെ തൂക്കി എടുത്തുകൊണ്ട് വന്ന് പഠിപ്പിക്കാൻ വരുത്തുന്നതും അങ്ങനെ കാര്യങ്ങൾ അത്രയും നോക്കണത് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള എത്ര പ്രാവശ്യം. ഞാൻ ഇത് പഠിച്ചിരുന്നെങ്കിൽ, ഇത് നേരെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നേഴ്സായനെ. ആ പരിപാടികളാണ് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ സ്വന്തം തന്തയ്ക്ക് പോലും ഞാൻ ഇത്രയും ചെയ്തിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് നിമിഷം എനിക്കിട്ട് ഉണ്ടാക്കുന്നില്ല. എനിക്ക് സ്ട്രെസ് ഉള്ളതെന്ന് നിനക്കറിയാം. എന്നിട്ടാണ് നീ എനിക്ക് ഇങ്ങനെ തരണത്. പ്രഷർ ഉള്ളവനാണ് ഞാൻ. എൻ്റെ അടുത്താണ് നീ ഇങ്ങനെ പറഞ്ഞത്. അവന്റെ പേരെന്താ? അരുണിന്റെ അരി. ഒരു കേസ് ഞാൻ പറയാം. ഇനി നമ്മുടെ ലൈഫിൽ അവന്റെ പേര് നീ പിന്നെയാ. എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ അവനെ തട്ട്, ഉറപ്പാണ് ഞാൻ തട്ടിയിരിക്കും.
നീ എനിക്കൊരു പേരിട്ടിട്ടുണ്ട്, ബെസ്റ്റി. സാധാരണ ബെസ്റ്റികൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് എങ്കിലും ഉണ്ടാവും, എനിക്ക് അതുപോലും കിട്ടിയിട്ടില്ല. ഉള്ള ബംഗാളികളെ പോലെ പണിയെടുത്തത് മാത്രം മിച്ചം. എനിക്ക് തല ഷൂട്ട് ചെയ്യണം, പ്രഷർ വല്ലാതെ ഷൂട്ട് ചെയ്യണം. ഞാൻ വെള്ളം ഇങ്ങെടുത്ത എപ്പോഴും കൈ കൊണ്ട് അടക്കാണ്. മോളെ, എനിക്ക് നീയേ ഉള്ളൂ. അത് കട്ടൻട്രിയാണ്. എൻ്റെ ഇടയിൽ വേറെ തന്നെ വലിച്ചിട്ടല്ലേ. ഡാ എവിടാ? അതൊക്കെ എൻ്റെ കസിൻ ബ്രദറിനെ കണ്ടുപഠിക്കണം ഇവന്മാരൊക്കെ. ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലോ പക്കാ വിയേർഡ്, മുറി ഇംഗ്ലീഷ്. സത്യം പറഞ്ഞാൽ സംസാരിക്കുന്ന കേട്ടാ നമുക്കൂടെ ചിരി വരും. പക്ഷേ ഒരാളെ കൺവിൻസ് ചെയ്യിക്കാൻ അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ ആരെല്ലാം അവൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി നോക്കിയേ. അവരെ കൺവിൻസ് ചെയ്ത് അവൻ കയ്യിലെടുത്തിരിക്കും. അതാണ് മുതൽ. ഐശ്വര്യ, ഒരു 2 months കൂടിയല്ലേ? ഓക്കെ, ഹാർഷ് റിയാലിറ്റിയാണ്, പക്ഷേ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. വേറെന്താ വഴി അല്ലേ? എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് മിസ്സാവേണം. ഫ്രണ്ട്. ഐശ്വര്യ കാനഡയിലല്ലേ പോകുന്നേ? അതെ. കാനഡയിൽ എക്സാക്ട്ലി എവിടെയാണെന്ന് അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, എവിടെയായിരുന്നു? നുനാവട്ട്. അതെ. സീരിയസ്ലി? ഓ, ബാഡ് ചോയ്സ്. ഞാൻ അങ്ങനെ പറയും. ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുന്ന ആളാണ്. ഐശ്വര്യക്ക് അറിയാമല്ലോ. അറിയാം, അതല്ലേ ചോദിക്കുന്നേ. ഐശ്വര്യ എൻ്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. കാരണം എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു അച്ഛന്റെ റിലേറ്റീവ്സ് ഒക്കെ അവിടെയാണ്, അതുകൊണ്ട് എന്നെ അച്ഛന്റെ റിലേറ്റീവ്സ് ഒക്കെ അവിടെയാണ് അല്ലേ? ഓക്കെ. ബട്ട് ഐശ്വര്യ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നുനാവട്ട് സജസ്റ്റ് ചെയ്യില്ല. കാരണം ഐശ്വര്യ ഒന്നാമത് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലേ? ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ഒരാൾക്ക് ഒരിക്കലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പരമ ബോറാണ്. ഈ അതിൻ്റെ കൂടെ ഈ വിന്റർ ടൈമിലുള്ള കണ്ടീഷൻസ് നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ഐശ്വര്യപ്പുള്ള ഒരു കുട്ടിക്ക് അത് ഒരിക്കലും പറ്റില്ല. അവിടെ പാടാണ് സസ്റ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ഇത് പാടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഗോട്ട് ഇറ്റ്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞേനെ. കാരണം ഞാൻ അങ്ങോട്ട് പോവാൻ ചാൻസ് ഉണ്ട്. സൗത്താംപ്ടൺ. നമ്മുടെ സൗത്താംപ്ടൺ അറിയത്തില്ലേ? ഇംഗ്ലണ്ട്. ഓക്കെ. ഇംഗ്ലണ്ട്. ഓക്കെ. സൗത്താംപ്ടൺ ബെസ്റ്റ് ഓപ്ഷനാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ. അവിടെയാണെങ്കിൽ ഐശ്വര്യക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് സ്റ്റേബിൾ ആവാൻ പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ. ഐശ്വര്യ, ഈ അവിടുത്തെ നമ്മുടെ വെതർ കണ്ടീഷൻ ആയാലും മെഡിക്കൽ ഫെസിലിറ്റീസ് ഗംഭീരമാണ്. കോസ്റ്റ്ലി ആണ്. നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കോസ്റ്റ്ലി ആണ്. ബട്ട് അതൊരു ഐശ്വര്യക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഐശ്വര്യക്ക് കുറച്ച് ലോങ് ടേം അവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. ഓക്കെ, ഞാൻ അതുകൊണ്ട് മാക്സിമം ഞാൻ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഐശ്വര്യ, ഇതുവരെ വേറെ ഫോർമാലിറ്റീസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഐശ്വര്യക്ക്? ഓക്കെ. ഐശ്വര്യക്ക് മനസ്സിലാവുന്നുണ്ട്. ഐശ്വര്യക്ക് കാരണം ഐശ്വര്യ നമ്മുടെ ലോങ് ടേമിൽ ചിന്തിക്കുമ്പോൾ
ഞാൻ പറയാൻ വന്നത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫ്യൂച്ചറോ? അതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ അതൊരു സംതിങ് ബിറ്റ് ഓഫ് എന്താ പറയാ, അതൊരു ഓക്വേർഡ് ഫീലിംഗ്, ഓക്വേർഡ് പോലെ എനിക്ക് തോന്നുന്നു. അത് പറഞ്ഞേ പറ്റൂ. പറഞ്ഞില്ലെങ്കിൽ അത് സബ്താൻറ്റമിൽ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ആക്ച്വലി കെയർ ചെയ്യുന്ന ഒരാളെ ഇഷ്ടം കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബെറ്റർ ഫോർ യു. കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടല്ലോ, എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ 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 ശരിയാ. നമുക്കവിടെ ഒരുമിച്ച് സെറ്റിൽ ചെയ്യാം. എന്താ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? അല്ല, ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കോഫി കുടിക്കുക. എന്തിനാ കൺഫ്യൂസ്? കോഫി എന്ന് പറയുമ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ പ്രത്യേകിച്ച് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കിട്ടണമെങ്കിൽ ആ ചൂടോടെ കുടിക്കണം. കോഫി കുടിക്കുക. ശരിക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എടുത്തുണ്ടോ? ഓക്കെ അല്ലേ? എടോ, നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ തന്നോട് ഷെയർ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ താനത്ര ഓപ്പൺ അല്ല. തൻ്റെ ഇഷ്ടം. എൻ്റെ അമ്മ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞൊരു 22 വയസ്സ് വരെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു ബേസിക്കലി കാരണം എൻ്റെ ഒരു നീഡ്സിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അതിന് കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. പുള്ളിക്കാരൻ ചില ടൈമിലൊക്കെ ഓടുന്ന ഓട്ടം നമ്മളെ രണ്ടുപേരെയും നോക്കാൻ വേണ്ടി, അത് യഥാർത്ഥ സൂപ്പർ ഹീറോസ് എന്ന് പറയുന്ന അവരാണ്. നമ്മൾ ഈ കോമിക്സിലും ഇതിലൊക്കെ കാണും, അത് ചെയ്യുന്നൊക്കെ പറയും. റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ് ആണ് അവര്. അങ്ങനെ ഈ അമ്മയില്ലാത്ത വിഷമം ബേസിക്കലി അത് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലീശയായിപ്പം. ക്ലീശയല്ല, ഒരാളുടെ ഇത് ഫാക്റ്റാണ്. ഈ അമ്മയില്ലാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ, ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കുറവേ അറിഞ്ഞിട്ടില്ല. ഒരുപാട് ലൈഫ് ലെസൺസ് പുള്ളി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലേഡി ബ്ലോഗർ പുള്ളിക്കാരിയുടെ ഒരു 5 മിനിറ്റത്തെ കുസൃതിയിൽ എല്ലാം പോയി. എൻ്റെ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അങ്ങനെയാണ് ഓടുന്നത്, വണ്ടിയൊന്നുമില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ലേഡി ബ്ലോഗർ പുള്ളിക്കാരൻ എന്തോ തട്ടിയെന്നോ കൈ തൊട്ടെന്നോ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ അറിഞ്ഞില്ല. അത് കാരണം ഞാൻ കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ മിസ്റ്റേക്ക് ഒന്നും അല്ല. പക്ഷേ അത് പുള്ളിക്കാരന് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിപ്പോയി. നാണക്കേട് ഭയന്ന് ജീവിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്ന ലൈഫ് ലെസൺസ് മൊത്തം പുള്ളി എന്നെ മറന്നുപോയി. ഒരു പോയത് എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം.
നമ്മൾ എന്ത് കാര്യങ്ങൾ വന്നാലും ഫേസ് ചെയ്യണം. പുള്ളി തന്നെ അത് പറഞ്ഞിട്ട് ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ പുള്ളി തന്നെ മറന്നുപോയി. അതിനുശേഷം ഞാൻ അന്ന് കരഞ്ഞില്ലടാ. എനിക്ക് കരച്ചിൽ ഒരു തുള്ളി കണ്ണീര് വന്നില്ല. പക്ഷെ അന്ന് സ്റ്റക്കായതാ. ഇതുവരെ അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് ആ സ്റ്റക്കായതിനു ശേഷം ആളുകളുടെ അടുത്ത് ഇങ്ങനെ ഒരു സന്തോഷത്തോടെ എനിക്ക് സംഭവം അതിനുശേഷോടാ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് മനസ്സോർന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻ കരയാനും പറ്റുന്നില്ല. ഈ ഓഫീസിലടാ എനിക്ക് ഈ ജോബ് ഭയങ്കര ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നത് പോലെ ഉപരി ഇതൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഈ ജോബ് ഇത്രയും ഹെക്ടിക്കായിട്ട് ഞാൻ ഇതൊന്ന് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ലടാ. അതാ പിന്നെ താനാടോ ഏറ്റവും വലിയ റിലീഫ്. തൻ്റെ അടുത്ത് അത് ഇതും എനിക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ലൈഫ് ലോങ് ഈ ഒരു തൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ കംഫർട്ട്നെസ്സും ഈ റിലീഫും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് എൻ്റെ സെൽഫിഷ് തോട്ടാണ്, എൻ്റെ മാത്രം സെൽഫിഷ് തോട്ടാണ്. എന്തെങ്കിലും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. താനിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. എനിക്കിങ്ങനെ അറിയുള്ളൂ പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ അറിയും. എടോ, തന്നോട് ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞതും തന്നെ കൊണ്ട് ഇത്ര ഓപ്പൺ ആക്കിച്ചതും പിന്നെ എന്തിനാണെന്ന് താൻ വിചാരിച്ചത്? തൻ്റെ വായിന്ന് ഇതൊന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാനിത് പറഞ്ഞു വെച്ച് ടക്കന തീരുമാനമൊന്നും എടുക്കണ്ട. ഇത് ഞാൻ ടക്കനെ എടുത്ത തീരുമാനമൊന്നും അല്ല. ഓക്കെ ആണോ? ഓക്കെ ആണ്.